എന്തായാലും ഇന്നലെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൃശ്യം ജനം ടി വി സ്ക്രീനിലൂടെ കണ്ടു കാണും. ഇന്നലെ ഒരു സ്കൈ ഡൈനിങ് നടത്തി അതിൽ ഒരു പിഞ്ചു കുഞ്ഞടക്കം ഏതാണ്ട് 5 പേർ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് ഇടുക്കി ആനച്ചാലിൽ. ഇപ്പോൾ ആ വിഷയത്തിൽ കൃത്യമായ നടപടിയിലേക്ക് കടക്കുന്നുവെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇടുക്കി ആനച്ചാലിൽ സ്കൈ ഡൈനിങ്ങിനിടെ വിനോദസഞ്ചാരികൾ കുടുങ്ങിയ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് വെള്ളത്തൂവൽ പോലീസ്. സദേൺ സ്കൈസ് എയറോ ഡൈനാമിക് പ്രവർത്തിച്ചത് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെയാണെന്നാണ് കണ്ടെത്തൽ. സ്ഥാപനം സുരക്ഷാ വീഴ്ച വരുത്തിയെന്നും എഫ്ഐആറിലുണ്ട്. സ്ഥല ഉടമ 1-ാം പ്രതിയും സ്ഥാപന ഉടമ 2-ാം പ്രതിയുമാണ്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, ഇന്നലെ തന്നെ സുബിൻ കൃത്യമായത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെയാണ് ഈ പരിപാടി നടത്തുന്നത് എന്ന്. എത്രത്തോളം നിർണായകമാണ് ഈ നീക്കം? നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ലാതെയാണ് സദേൺ സ്കൈറസ് എയറോ ഡൈനാമിക് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ഇതുമായി സംബന്ധിച്ച റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കൃത്യമായ ഇടപെടൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്നോ ആ സമയത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. ഇത്തരത്തിലൊരു റിപ്പോർട്ട് ഉണ്ടായിട്ട് പോലും ഒരു നിരീക്ഷണം, ആ മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കാനോ അല്ലെങ്കിൽ ആ പ്രവർത്തനം നിർത്തിച്ചു വെക്കാനുള്ള ഒരു ഇടപെടലൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. എന്തായാലും ഇത്തരത്തിൽ ഒരു ദുരനുഭവം ഉണ്ടായതുകൊണ്ട് മാത്രം നിലവിൽ ഇപ്പോൾ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. നിലവിൽ വെള്ളത്തൂവൽ പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. ഇന്നലെ ഈ 4 വിനോദസഞ്ചാരികളും ഒരു ജീവനക്കാരിയുമാണ് ഏകദേശം 150 അടിയോളം മുകളിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇത്തരത്തിൽ ഏറെ പണിപ്പെട്ട ഏകദേശം 2-3 മണിക്കൂറോളം എടുത്താണ് ഈ മുകളിൽ നിന്ന്, ഈ സ്കൈ ഡൈനിങ്ങിൽ നിന്ന് ഈ പറയുന്ന 5 പേരെ, ഈ പിഞ്ചു കുട്ടികളടക്കം 1.5 വയസ്സുകാരി അടക്കം താഴെ എത്തിച്ചത്. ഇതിൽ നിലവിൽ ഇപ്പോൾ വെള്ളത്തൂവൽ പോലീസാണ് സ്വമേധയാ കേസെടുത്തിട്ടുള്ളത്. സ്ഥല ഉടമ ചിറക്കപ്പുരയിടത്തിൽ വീട്ടിൽ സോജൻ ജോസഫാണ് 1-ാം പ്രതി. സ്ഥാപന ഉടമ ചീനിക്കുഴി സ്വദേശി പ്രവീൺ 2-ാം പ്രതിയുമാണ്. വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താതെ അല്ലെങ്കിൽ ഈ മുൻകരുതൽ നടപടികൾ ഒന്നും തന്നെ സ്വീകരിക്കാതെയുള്ള ഒരു പ്രവർത്തനമാണ് ഈ സ്കൈ ഡൈനിങ് അവിടെ നടത്തിയിരുന്നത് എന്നുള്ളതാണ്. ഈ സ്കൈ ഡൈനിങ്ങിലൂടെ അവർ നടത്തിയിരുന്നത് എന്നുള്ളതാണ് എന്തായാലും പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. നിലവിൽ ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ വില്ലേജ് ഓഫീസറോട് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ ഉണ്ടായേക്കും. നിലവിൽ ഈ സ്ഥാപനത്തിന് നൽകിയിട്ടുള്ള, ഈ സ്കൈ ഡൈനിങ്ങിന് നൽകിയിട്ടുള്ള ലൈസൻസ് ഉൾപ്പെടെ റദ്ദ് ചെയ്യാനുള്ള നടപടികളിലേക്ക് ജില്ലാ ഭരണവും കടക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യെസ് സുബിൻ, വളരെ നന്ദി. ഈ നിമിഷം പുത്തമ്പുലരിയിൽ വളരെ പ്രധാനപ്പെട്ട ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയതിന്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്നലെ വന്നത്, പ്രവചനങ്ങളെ കടത്തിവെട്ടി വീണ്ടും ഭാരതം. GDP-യിൽ 8.2% മുന്നേറ്റം നടത്തിയ ആ ചരിത്രപരമായ മുന്നേറ്റം. എതിരാളികളൊക്കെ ബഹുദൂരം പിന്നിലാണ്. താരിഫ് ആഘാതമേറ്റില്ല. പ്രേക്ഷകർ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ വാർത്ത എത്രത്തോളം പ്രാധാന്യത്തോടു കൂടി നമ്മുടെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തു. ഇന്ന് തന്നെ ഏതൊക്കെ മാധ്യമങ്ങളിൽ പ്രധാന തലക്കെട്ടായി ഫ്രണ്ട് പേജിൽ ഈ വാർത്തയുണ്ട് എന്ന് ദയവായി ഒന്ന് പരിശോധിച്ചു. ഞങ്ങൾ പരിശോധിച്ചപ്പോൾ വളരെ നിരാശയായിരുന്നു ഫലം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഡെഡ് എക്കോണമി എന്ന് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, രാഷ്ട്രീയ നേതാവ്, ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് അലറി വിളിച്ചപ്പോൾ അത് വലിയ തലക്കെട്ടായിരുന്നു. വെണ്ടക്ക അക്ഷരത്തിലാണ് മലയാള മാധ്യമങ്ങൾ അത് അച്ചു നിരത്തിയത്. താരിഫ് ഏർപ്പെടുത്തിയപ്പോൾ അത് വലിയ രീതിയിൽ ഇതാ തിരിച്ചടി വരുന്നു, എന്ത് ചെയ്യുന്നു നരേന്ദ്രമോദി, ഒന്നും ചെയ്യുന്നില്ല, തകർന്ന് തരിപ്പണമാവുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് അട്ടഹസിച്ചുകൊണ്ടിരുന്ന മാധ്യമങ്ങളെയും പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടു കാണും. ഇപ്പോൾ നോക്കൂ, എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് ഭാരതത്തിൻ്റെ വലിയ രീതിയിലുള്ള കുതിപ്പ്, ഈ കുതിപ്പ് ജനം TV അല്ലാതെ, ജന്മഭൂമി അല്ലാതെ വേറെ ഏതെങ്കിലും മാധ്യമം കൃത്യമായി തന്നെ വാർത്തയാക്കിയിട്ടുണ്ടോ എന്നതാണ്. അത് വലിയ നിരാശയും കൂടിയാണ്. നമ്മുടെ രാജ്യമാണ്, നമ്മുടെ പ്രധാനമന്ത്രിയാണ് ശക്തമായി തന്നെ മുന്നേറാൻ കരുത്ത് നൽകുന്നത്, മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അത് വാർത്തയാക്കാത്തത് എന്തുകൊണ്ടാണ് എന്നൊരു നിരാശ മാത്രമാണ് ഈ നിമിഷം പുത്തമ്പുലരിയിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളത്.